ഇന്ന് ഞങ്ങൾ നെല്ലിയമ്മതിയുടെ കുറച്ച് സ്ഥലങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോ പോത്തുണ്ടി ഡാമിലാണ് നിൽക്കുന്നത്. ഇത്ര നേരം ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ സിംഹാലൊക്കെ എന്റെ അനിയനെ കണ്ടപ്പോ തിരിഞ്ഞു നോക്കി. ഇത് കണ്ടാ വേറെ നല്ല രണ്ടുപേരും ഒരേ ഇനത്തില് വട്ടമുണ്ടായിരിക്കും. പിന്നെ ഗായ്സ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് തൈലത്തോട്ടത്തിലാണ്. പിന്നെ ഞങ്ങൾ ഇടയിൽ കൂടെ ഐസ്ക്രീം മേടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം, അവൻ ചോക്കോബാറാണ് കഴിക്കുന്നത്. ഗായ്സ് അച്ഛൻ്റെ ചെരുപ്പിൽ അട്ട കയറിയപ്പോൾ കാലെടുത്തപ്പോൾ അട്ടയ്ക്ക് ഇത് എവിടെ പോയടാ എൻ്റെ ഏരേനെ കാണാനില്ല പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് തപ്പ് കണ്ടാ. ഗായ്സ് ഇത് എൻ്റെ കാലിലും അട്ട കയറി. ഇനി എന്ത് ചെയ്യും? അട്ട ചോര കുടിച്ചിട്ടല്ലേ പൂള്ളൂ. നമുക്കാണെങ്കിൽ സമയമില്ല. നമ്മളാണെങ്കിൽ ഒരൊറ്റ തട്ട്. പിന്നെ നമ്മളടുത്തല്ലേ കളി. അട്ട ഇത് എവിടെ നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഒരു തട്ട്. എൻ്റെ അനിയൻ്റെ കാലിലും അട്ട കയറി. ഇതാ ഇത്ര പോലെ ഇരിക്കുന്ന അട്ട ചോര കുടിച്ചു കഴിഞ്ഞാൽ അട്ട തടിമാരായി മാറും. ഇതാ വീണ്ടും എൻ്റെ അച്ഛൻ്റെ കാലിൽ അട്ട. എവിടെ നോക്കിയാലും അട്ടക്കുട്ടന്മാരാണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ അട്ടക്കുട്ടന്മാരെ കളയണ്ടേ? നമുക്കാണെങ്കിൽ സമയമില്ല. അപ്പം ഒരു വടിയെടുത്തിട്ട് ഒരു ഒറ്റ തട്ട്. എന്നിട്ടും അത് പോണില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പോയി. പിന്നെ ഇതാ വീണ്ടും കാലിലെ വിരലിൻ്റെ ഇടയിൽ അട്ട. എവിടെ നോക്കിയാലും അട്ടയായത് കൊണ്ട് ഞങ്ങളാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നു. ഇനി നിങ്ങൾക്കൊന്നും ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടറിയാ. പിന്നെ ഗായ്സ് ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് വെച്ചോണ്ടിരിക്കുമ്പോൾ രണ്ട് കുരങ്ങന്മാർ വന്നിട്ട് തട്ടിപ്പറിക്കാൻ നോക്കി. അപ്പോഴേക്കും ഞങ്ങൾ ഇട്ട് കൊടുത്തു. അത് കണ്ട ഞങ്ങളുടെ പുറകില് ആ കുരങ്ങന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട ഗായ്സ് റെഡ് വെൽവെറ്റ് കേക്ക് കുരങ്ങന്മാർക്ക് കൊടുത്തപ്പോൾ കുരങ്ങന്മാർ അത് മുഴുവനും തീർത്തു. ആ കുരങ്ങന്മാർ ഇത് അവിടെ ഇരിക്കുന്നത് കാണിച്ചു തരാട്ടാ. ഇതാ ഗായ്സ് ആ രണ്ട് കുരങ്ങന്മാർ. ഗായ്സ് ഇതുണ്ട നല്ല പ്യുവർ ക്രിസ്റ്റൽ വെള്ളം. ഇതേ തൊട്ടേക്ക് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഗായ്സ്. ഇതിലേക്ക് കാണുമ്പോൾ നല്ല കൊതിയാവണു. ഇതിൽ പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് പിടിക്കാൻ. തൃശ്ശൂരിലേക്ക് 65% കുടിവെള്ളം ഇവിടെ നിന്നാണ് പോകുന്നത്. ബാക്കി പാലക്കാടിലേക്കാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്കാടിൻ്റെ മുന്നിലാണ്. ഇതിനുള്ളിലൊക്കെ പോയാൽ നമുക്ക് വെളിച്ചവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നമുക്ക് നെറ്റ്വർക്ക് വരും ഉണ്ടാവില്ല. അതിനുള്ളിൽ മുഴുവൻ ഇരുട്ടായിരിക്കും. ഇവിടെയൊക്കെ ജോലി ചെയ്ത ആൾക്കാരുടെ സ്ഥിതി എന്താണാവോ എന്തോ. ഇതേത് ജീവി? കഴുതയാ കുതിരയാ? അവനാണെങ്കിൽ കുതിരയുടെ ബാക്കിൽ പോയി നിന്ന കാരണം തട്ടെന്ന് വിചാരിച്ചു. പക്ഷെ തട്ടിയില്ല ഞങ്ങളുടെ ലോലിയെ. അവൻ്റെ ഭാഗ്യം. ഗൈസ് ഈ കാണുന്നതാണ് കേശവൻപാറ. ഗൈസ് കണ്ട ഇവിടെ ഈ ക്ലൈമറ്റിൽ തന്നെ നല്ല തിരക്കാണെങ്കിൽ നല്ല ക്ലൈമറ്റിൽ കണ്ടിട്ട് നല്ല തിരക്കായിരിക്കും. ഗൈസ് ഈ ആനപ്പിണ്ടം ഈ ആനകളുടെയാണ്. ഒരിലെ പോലത്തെ ഇംഗ്ലീഷ് സിനിമകളിൽ വെല്ലുന്ന സെയിം അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഗറിലെ അറ്റാക്ക് ചെയ്യണ പോലത്തെ ഷൂട്ടിംഗ് പ്ലേസസ് പോലെ